ശ്രീ ഷൈജു ആന്റണി ഇവിടെ ഇവിടെ പായസത്തിൻ്റെയും ചിക്കൻ മസാലയുടെയും കാര്യമൊക്കെ പറയുകയാണ്. പറയുന്നത് ആരാണ്? വാ തുറന്നാൽ വർഗീയത മാത്രം പറഞ്ഞ് ശീലിച്ച ഒരാൾ, വർഗീയവാദി എന്നതിൽ വലിയ അഭിമാനം കൊള്ളുന്ന ഒരാൾ. അപ്പോൾ അവർ കരുതുന്നത് എന്താണ്? ഈ പാൽപ്പായസമാണ് വർഗീയത, ഈ പറയുന്ന എന്താണ് വെറുപ്പ്, ഈ പറയുന്ന ദുഷ്ടത, ഇതൊക്കെ പാൽപ്പായസം എന്നാണ് അവർ കരുതി വെക്കുന്നത്. അങ്ങനെയെങ്കിൽ കഷ്ടം ഷൈജു ആന്റണി. അതല്ലാതെ എന്തു പറയാനാണ് കാശ്മീർ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് പാൽപ്പായസം എന്താണ്, ചിക്കൻ മസാല എന്താണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. കേരളത്തിൽ മതേതരത്വവും മതസൗഹാർദ്ദവുമാണ് പാൽപ്പായസം. ആ വിവരം അവർക്ക് തിരിച്ചറിയാൻ പാടില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ ഇത്തരത്തിൽ ഒരു കാര്യം പറയുന്നത്. ഈ കേരളത്തിൻ്റെ ഒരു ചരിത്രം എന്താണ്? കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിനകത്ത് എല്ലാ മതങ്ങളും ഒരുമിച്ച് ചേർന്ന് ഇഴുകിച്ചേർന്ന് പരസ്പരം സഹകരിച്ച് ജീവിച്ചിരുന്ന ഒരു ചരിത്രത്തിന് മാറ്റമുണ്ടാക്കാൻ, ഒരു അപനിർമ്മിതി ഉണ്ടാക്കാനുള്ള ഇവരുടെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ബാക്കിയെല്ലാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ സീറോ മലബാർ സഭയിലെ ഒരു അംഗമാണ്. സീറോ മലബാർ സഭയിൽ പണ്ട് സുറിയാനി ഭാഷയിലാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അത് മലയാളത്തിലേക്ക് കുർബാന പുസ്തകം ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ അകത്ത് തിയോളജീഷ്യൻസായ കുറച്ച് അച്ഛന്മാരും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും മലയാള ഭാഷ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ടിനെ വെച്ചു. അത് ജി ശങ്കരക്കുറുപ്പായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കുർബാന പുസ്തകം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ജി ശങ്കരക്കുറുപ്പിനെ വെച്ച നാടാണത്. എന്തുമാത്രമല്ല, ഞങ്ങളൊക്കെ പള്ളി ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ഇന്നും ഈ പള്ളിയിൽ വരുന്ന ആർക്കും അറിയാത്ത ഒരു പാട്ട്, എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്. ഇതൊരു സിനിമാ പാട്ടാണെന്ന് പോലും ആർക്കും അറിയാൻ പാടില്ല. നിത്യവിശുദ്ധയാം കന്യാമറിയമേ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. ഈ പാട്ട് എഴുതിയത് വയലാർ രാമവർമ്മയാണ്. ഈ പാട്ടിന് ഈണം നൽകിയത് ദേവരാജ മാഷാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയൊരു പാട്ടുണ്ട്, ഒരു കരുണാമയനെ കാവൽ വിളക്കേ എന്ന് പറഞ്ഞൊരു പാട്ട്. ആ പാട്ട് ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയത്. അപ്പം എങ്ങനെയാണ് ഈ സമൂഹം വളർന്നു വന്നത്? ഈ സമൂഹത്തിനകത്ത് എങ്ങനെയാണ് മതസൗഹാർദ്ദം ഉണ്ടായത്? മനുഷ്യർ എറണാകുളത്ത് കലാഭവൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നുണ്ട്. ആ പ്രസ്ഥാനം നടത്തിയിരുന്നത് ആബേലച്ചനാണ്. ആബേലച്ചൻ്റെ കലാഭവൻ ഈ മലയാളത്തിന് സമ്മാനിച്ച എത്ര അതുല്യ പ്രതിഭകളുണ്ട്. സിദ്ദിഖും ലാലും ജയറാം. നിങ്ങൾ ഈ സിനിമയിൽ ഇന്നത്തെ കാലത്ത് പ്രഗത്ഭരായി നിൽക്കുന്ന മിക്കവാറും എല്ലാവരെയും എടുത്താൽ അവരെല്ലാവരും ഈ കലാഭവൻ സമ്മാനിച്ചവരാണ്. കലാഭവൻ റഹ്മാൻ എൻ്റെ ഭാര്യാപിതാവാണ്. കലാഭവൻ റഹ്മാൻ എൻ്റെ ഭാര്യാപിതാവാണ്. കലാഭവൻ റഹ്മാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ആബേലച്ചൻ്റെ പ്രസ്ഥാനമാണെന്ന്. ആബേലച്ചൻ ആ പ്രസ്ഥാനം നടത്തിയപ്പോൾ ഇതിനകത്ത് ഒരു മുസ്ലിം വന്നാൽ പറ്റൂല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ മാത്രമേ ഞങ്ങൾ കലാകാരന്മാരാക്കുള്ളൂ എന്നൊന്നും തീരുമാനിച്ചിരുന്നൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. അപ്പോൾ എത്രമാത്രം മതസൗഹാർദ്ദത്തോടു കൂടി പരസ്പരം ചരിത്രം വായിക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പഴയ കർദിനാൾ RSSൻ്റെ സമ്മേളനത്തിൽ 2 വട്ടം പ്രസംഗിച്ചതായി കാണാം. RSSൻ്റെ സമ്മേളനത്തിൽ ശിവക്ഷേത്രത്തിൻ്റെ പൊതുയോഗത്തിൽ സംസാരിച്ചതായി കാണാം. എങ്ങനെ അതുപോലെ ഞാൻ പറഞ്ഞു ഇഴുകിച്ചേർന്ന് മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യരെ ഇങ്ങോട്ട് മാറ്റുന്നത് ഇവർക്കുള്ള വെറുപ്പ് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് മതവെറിയിലൂന്നിയ രാഷ്ട്രീയമാണ്, അവരുടെ രാഷ്ട്രീയമാണ്. ഇങ്ങനെ ആയിരുന്നില്ല, RSS പോലും ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അടുത്ത കാലത്തായി രാഷ്ട്രീയ മേൽക്കോയ്മയുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം മതവെറി പരത്തുന്നു എന്നുള്ളിടത്താണ് നമ്മളെല്ലാം വലിയ അത്ഭുതത്തോടു കൂടി ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. വലിയ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് മതവെറി? എങ്ങനെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എൻ്റെ പള്ളിയിലെ കൈക്കാരനായിരുന്ന ആളാണ്. പള്ളിപ്പെരുന്നാളിന് ഒരു ചെണ്ടമേളക്കാരനെ വിളിക്കുമ്പോൾ നിങ്ങളിൽ ക്രിസ്ത്യാനി എത്രയുണ്ട്, മുസ്ലിം എത്രയുണ്ട്, ഹിന്ദു എത്രയുണ്ടെന്ന് ചോദിച്ചിട്ട് വിളിക്കാറില്ല. പള്ളിപ്പെരുന്നാളിന് ഒരു ഗാനമേള ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പാടാൻ പോകുന്ന പാട്ടുകളുടെ പേരും വിവരവും തരൂ എന്ന് ചോദിക്കാറില്ല. പാടുന്നവരിൽ എത്ര പേർ ക്രിസ്ത്യാനികൾ, എത്ര പേർ ഹിന്ദുക്കൾ എന്ന് ചോദിക്കാറില്ല. പള്ളിപ്പെരുന്നാളിൻ്റെ കൊയറിൽ പോലും അക്രൈസ്തവരായ ആളുകൾ പങ്കെടുക്കാറുണ്ട്. കൊയറിൽ കുർബാനയിൽ പാടാറുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഒരു
ഭജന ആലപിച്ചപ്പോൾ അതിനെ നിങ്ങൾ പാൽപ്പായസത്തിൽ എന്തോ ചിക്കൻ മസാല കലർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അവരെയൊക്കെ എന്തെന്നാണ് വിളിക്കേണ്ടത്, എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ സമൂഹത്തിൽ പഠിച്ചിറങ്ങിയവരല്ലേ അവർ. ആ നവീൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഞാൻ ആ സ്കൂളിൽ പഠിച്ചതാണ്, എന്നെ പഠിപ്പിച്ചത് ഏത് ടീച്ചർമാരാണെന്നറിയില്ല, വിവിധ മതക്കാരായ ടീച്ചർമാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. നവീൻ ഇപ്പോഴും നവീൻ തന്നെയാണ്. നവീൻ ജോസഫ് ആയില്ല, നവീൻ മുഹമ്മദ് ആയില്ല, നവീൻ ഇപ്പോഴും നവീൻ തന്നെയാണെന്ന്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇവർക്കില്ലാതെ പോയിടത്താണ്. അങ്ങനെ പറയില്ലല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.